Hi friends, this is a hi-fi system. This is a system that is but it's work play cassette play DVD. This is commonly used. But it's mechanical fault. This cassette drive DVD player work. പിന്നെ ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ റേഡിയോ മാത്രമാണ് ഇതിനകത്ത് വർക്ക് ചെയ്യുള്ളൂ. പിന്നെ ഓക്സ് കൊടുത്താൽ ഓക്സും വർക്ക് ചെയ്യും. അപ്പോൾ ഇങ്ങനെ അവസ്ഥ ഉള്ളതുകൊണ്ട് നമുക്ക് കാര്യമായ കണക്ടിവിറ്റി ഇതിലേക്ക് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇതിപ്പോൾ മിക്കവാറും ഉപയോഗിക്കാതെ എവിടെയെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇതിനകത്ത് ഒരു ഓപ്റ്റിക്കൽ ഇൻപുട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഡിജിറ്റൽ ഇൻപുട്ട് കൂടി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈസിയായിട്ട് നമ്മുടെ ടി വിയിലൊക്കെ കണക്ട് ചെയ്ത് ഉപയോഗിക്കാമായിരുന്നു. പക്ഷേ ആ കാലത്ത് അതിനുള്ള അത്രയ്ക്കും ഡെവലപ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള ടെക്നോളജി ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് അങ്ങനെയുള്ള കണക്ടിവിറ്റീസ് ഒന്നും ഇതിനകത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്കിത് വീണ്ടും ഉപയോഗിക്കണമെങ്കിൽ ഇതിനകത്തൊരു പെൻ ഡ്രൈവ് കണക്ട് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ പറ്റണം. ഈ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഈ സിസ്റ്റം പിന്നെ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാം. നല്ല ഗ്രാൻഡായിട്ടുള്ള ഓഡിയോ ഒക്കെ തരുന്ന ഒരു ഹൈഫൈ സിസ്റ്റമാണിത്. അപ്പോൾ ഇതിനകത്ത് USB ബ്ലൂടൂത്ത് നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ എല്ലാവരും എങ്ങനെയാണ് ചെയ്യണേ? ഇതുപോലെയുള്ള ഒരു USB മോഡ്യൂൾ വാങ്ങിയിട്ട് ഇതിനകത്ത് എവിടെയെങ്കിലും ഒരു പോർഷൻ കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇത് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കണക്ട് ചെയ്യാണ് പതിവ്. പക്ഷേ അങ്ങനെ ചെയ്യുന്നത് എന്താണ് കാഴ്ചയ്ക്കും ഭയങ്കര ഒരു അപ്പിയറൻസ് കുറവാണ്. അതുതന്നെയല്ല ഈ സിസ്റ്റത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായിരിക്കും ഇതുപോലത്തെ ഒരു മോഡ്യൂൾ ഇതിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവയ്ക്കുക എന്നുള്ളത്. പിന്നെ വേറൊരു കാര്യം, ഇതുപോലെയുള്ള സിസ്റ്റങ്ങൾ നമ്മൾ ഒന്ന് അഴിച്ചിട്ട് പിന്നെ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വർക്ക് ചെയ്യണമെന്നില്ല. കാരണം അതിനകത്തുള്ള വയറുകൾ കാര്യങ്ങൾ അതുപോലെ തന്നെ റിബൺ വയർ അങ്ങനെയുള്ള വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള DVD ഡ്രൈവിലേക്കും അങ്ങനെ മറ്റ് ബോർഡിലേക്കൊക്കെ കണക്ട് ചെയ്യുന്ന വയേഴ്സ് ഒക്കെ ഉണ്ട്. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള അതൊക്കെ മിക്കവാറും പോയിട്ടുണ്ട്. അതൊക്കെ ചിലപ്പോൾ വാങ്ങാൻ കിട്ടുമോയെന്ന് കൂടി നമുക്കറിയില്ല. അപ്പോൾ നമ്മളിത് ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഈ സെറ്റ് ഓപ്പൺ ചെയ്യാതെ കൊണ്ട് തന്നെ നമ്മൾ ചെയ്യണത് വേറൊരു ഡിവൈസായിട്ട് നമ്മളിത് കണക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ഇതിലേക്ക് കണക്ട് ചെയ്യുന്ന രൂപത്തിലാണ് നമ്മൾ സെറ്റ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഇത് നിർമ്മിക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു നോർമൽ ഒരു USB മോഡ്യൂൾ. ഇത് മിക്കവാറും എല്ലാ കടകളിലും വാങ്ങാൻ കിട്ടുന്ന ഒരു USB മോഡ്യൂളാണ്. ഇത് കുറച്ച് ക്വാളിറ്റിയുള്ള G-Starൻ്റെ ഒരു USB മോഡ്യൂളാണ്. ഇത് സെറ്റ് ചെയ്യാനായിട്ട് ഇത് കണ്ടില്ലേ, ഇതൊരു സാറ്റലൈറ്റ് റിസീവറിൻ്റെ ഒരു റിസീവറാണ്, ഒരു പഴയ സാറ്റലൈറ്റ് റിസീവറാണ്. ഇത് കംപ്ലൈൻ്റ് ആണ്, ഓൾമോസ്റ്റ് ഇത് ഇപ്പോൾ ആരും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഈ കവറ് നമ്മൾ അതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ മോഡ്യൂൾ ഇതിലേക്ക് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ബാക്കിലത്തെ ഈ RCA ഔട്ടിൽ നിന്ന് നമ്മൾ ഇതിൻ്റെ ഓക്സിലേക്ക് കണക്ട് ചെയ്തിട്ട് അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ചാണ് നമ്മളിത് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇതുപോലത്തെ ഒരു മോഡ്യൂൾ ഇതുപോലത്തെ ഒരു ഡിവൈസിലേക്ക് കണക്ട് ചെയ്തിട്ട് അത് ഇതുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് എങ്ങനെ ഈ മ്യൂസിക് സിസ്റ്റം USB ബ്ലൂടൂത്ത് ഉള്ള ഒരു ഡിവൈസാക്കി മാറ്റാം എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ. ഓക്കെ, കഴിയുന്നതും നിങ്ങൾ ഇതുപോലുള്ള USB മോഡ്യൂൾ ഇത് ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് കണക്ട് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു പഴയ റിസീവർ. ഇതിൻ്റെ ഈ ഫ്രണ്ടിൽ പിന്നെ കുറേ ബട്ടണും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതും കൂടി നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്യാൻ ശ്രമിക്കുന്നത്. എന്തായാലും നമുക്കൊന്ന് അഴിച്ചു നോക്കി ഇതൊന്ന് ആദ്യം വൃത്തിയാക്കിയെടുക്കാം.
ഇതാണ് ഇതിൻ്റെ ഒരു മദർ ബോർഡ്. ഇതപ്പോൾ ഡസ്റ്റൊക്കെ പിടിച്ച് നല്ല നാശമായിട്ടൊക്കെയാണ്. എന്തായാലും നമുക്ക് ഇത് ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ളത് ഈ ബോർഡും അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു SMPS മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെയുള്ള മറ്റ് ആക്സസറീസും ഒക്കെ നമ്മൾ ഈ പ്രോജക്റ്റിലേക്ക് വേണ്ടി നമ്മൾ എടുക്കുന്നുണ്ട്. ഇതുപോലുള്ള ഡിവൈസുകൾ വരുന്ന ഈ SMPS നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള SMPSകളായിരിക്കും. നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന SMPS ഒക്കെ ആണെങ്കിലും അതിൻ്റെ ഈ ഒരു ക്വാളിറ്റിയിൽ അത്രയും ഒന്നും അത് വരത്തില്ല. നമ്മളിത് ഈ SMPS ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. നോക്കിക്കഴിഞ്ഞിട്ട് ഇത് വർക്കിംഗ് ആണെങ്കിൽ നമ്മൾ ഇത് തന്നെ നമ്മൾ ഉപയോഗിക്കും. ഇല്ലെങ്കിൽ ഇത് തന്നെ എന്താണ് കംപ്ലൈൻറ്റ് എന്നുള്ളത് നോക്കി അത് തന്നെ നമ്മൾ റിപ്പയർ ചെയ്ത് ഇടുകയും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമ്മൾ അഴിച്ച് ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ USB മോഡ്യൂളാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനകത്തു നിന്നുള്ള ഇതിൻ്റെ ഈ ഡിസ്പ്ലേ പോർഷൻ വരുന്നിടത്ത് ഇവിടെ നമുക്ക് ഈ ഡിസ്പ്ലേ സെറ്റ് ആവണം. അതുപോലെ ഇതിൻ്റെ ഈ സ്വിച്ച്, ഈ കീസ് എല്ലാം നമുക്ക് ഇതിൻ്റെ ഈ കീയിൽ വർക്ക് ചെയ്യുന്ന രൂപത്തിൽ വേണം നമുക്ക് സെറ്റ് ചെയ്യാൻ. അതുപോലെ തന്നെ ഇതിൽ കൊടുത്തിരിക്കുന്ന ഈ USB ഇത് നമ്മൾ ബോർഡ് ഇതിനകത്തേക്കായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ USB ഇതിലല്ല നമ്മൾ കണക്ട് ചെയ്യുന്നത്. നമുക്ക് ഇതിൻ്റെ ഈ ഫ്രണ്ടിൽ തന്നെ ഒരു USB കൊടുക്കാനുള്ള ഒരു സംവിധാനം കൂടി നമുക്ക് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിങ്ങനെ ഒരു USB സോക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വരുന്ന രൂപത്തിലാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ USB-ക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറിയൊരു കട്ടൗട്ട് നമ്മൾ കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ഇത് മൊത്തമായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. എന്നിട്ട് നമുക്കിൻ്റെ വർക്ക് കണ്ടിന്യൂ ചെയ്യാം. അതിനു മുമ്പ് മറ്റൊരു കാര്യം നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അതായത് ഈ ഫ്രണ്ട് പാനലിൽ നമുക്ക് ആ USB-ക്കുള്ള ആ ഒരു പോർഷൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തൊന്ന് റെഡിയാക്കിയതിന് ശേഷം നമുക്ക് ബാക്കി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ഈ ക്യാബിനിലുള്ള മറ്റ് ആക്സസറീസും കൂടി നമുക്കൊന്ന് അഴിച്ചെടുക്കാം. ഇത് ഓഡിയോ വീഡിയോ RCA സോക്കറ്റാണ്. ഇതും നമ്മൾ പിന്നീട് ഉപയോഗിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം നന്നായിട്ട് അങ്ങ് വാഷ് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മുടെ ക്യാബിനെല്ലാം നന്നായിട്ട് വാഷ് ചെയ്ത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു പുതിയ മെയിൻ സ്കോറാണ്. ഈ മെയിൻ സ്കോഡ് നമുക്ക് നമ്മുടെ പഴയ ആ SMPS-ലേക്ക് നമുക്ക് കണക്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് SMPS-ൻ്റെ കൂടെ നമുക്ക് കിട്ടിയ ഈ ജാക്കിലേക്ക് നമുക്ക് ഈ വയറുകൾ ജോയിൻ ചെയ്തിട്ട് നന്നായിട്ട് ഇൻസുലേറ്റ് ചെയ്ത് നമുക്ക് പവർ സപ്ലൈ ചെക്ക് ചെയ്ത് നോക്കാം. ഈ SMPS-ൽ 2 ടൈപ്പ് വോൾട്ടേജാണ് ഔട്ട്പുട്ട് വരുന്നത്. ഫസ്റ്റ് പോയിൻ്റ് വരുന്നത് 4.95, അതായത് 5 വോൾട്ട് കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഇവിടെ 10 വോൾട്ടും വരുന്നുണ്ട്. അപ്പോൾ SMPS വർക്കിംഗ് ആണ്. ഇതാണ് അതിൻ്റെ ആ ഒരു ഫ്രണ്ടിലത്തെ ബോർഡ്. ഇതിനകത്തുള്ള ആ സ്വിച്ചുകൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓൾമോസ്റ്റ് എല്ലാ സ്വിച്ചുകളും തന്നെ കംപ്ലൈൻ്റ് ആണ്. ഓക്കെ, കൂടെയുള്ള ഈ അൺനെസസറി ആയിട്ടുള്ള വയറുകൾ ഈ ബോട്ടിലേക്ക് വന്നേക്കുന്ന മറ്റ് കണക്ഷൻസൊന്നും നമുക്ക് നമ്മുടെ ഈ വർക്കിന് ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് റിമൂവ് ചെയ്തെടുക്കാം. ഇൻബിൽറ്റായിട്ട് ഓൾറെഡി ഈ ബോർഡിൽ ഒരു ഡിസ്പ്ലേ വരുന്നുണ്ട്. ആ ഡിസ്പ്ലേയും നമുക്ക് ആവശ്യമില്ല, അതും നമുക്ക് റിമൂവ് ചെയ്യാം. ഇവിടെ ഒരു USB സോക്കറ്റ് കൊടുക്കാനുള്ളൊരു പ്രൊവിഷൻ ഉണ്ട്. പക്ഷേ ഇതിൽ അവർ കൊടുത്തിട്ടില്ല. പക്ഷേ നമ്മളത് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. നമ്മുടെ ഈ മൈക്രോ സ്വിച്ചുകളെല്ലാം നമുക്ക് റീപ്ലേസ് ചെയ്യാം. നമുക്ക് 4 സ്വിച്ചുകളാണ് നമുക്ക് ആവശ്യമുള്ളത്. ആ 4 സ്വിച്ചുകൾ നമുക്ക് റീപ്ലേസ് ചെയ്തിട്ട്
പുതിയത് വയ്ക്കാം. നമുക്ക് ഈ സ്വിച്ചിലേക്ക് ഡയറക്റ്റ് കണക്ഷനാണ് എല്ലാത്തിനും വരുന്നത്. അതുകൊണ്ട് മറ്റ് കണക്ഷൻ ട്രാക്കുകളെല്ലാം നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. 4 പുതിയ സ്വിച്ചുകൾ നമ്മൾ വെച്ചു. ഇനി അതൊന്ന് സോൾഡർ ചെയ്തെടുക്കാം. ആക്ച്വലി ഇത് ഇങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ചെറിയ USB മോഡ്യൂൾ വെച്ചിട്ട് ഡയറക്റ്റ് കണക്ഷൻ കൊടുത്താലും മതി. പക്ഷേ നമുക്ക് ഒരു വ്യത്യസ്തമായിട്ട് ഉള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ഈ USB സോക്കറ്റ് നമുക്കിതിലേക്ക് വെച്ച് അങ്ങ് സോൾഡർ ചെയ്യാം. നമ്മളിതിൽ വയ്ക്കുന്ന ആ USB മോഡ്യൂൾ നമുക്ക് ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. ഇതിനകത്ത് നമുക്ക് ഈ ഡിസ്പ്ലേ നമ്മുടെ ഫ്രണ്ട് പാനലിലേക്ക് ഡയറക്റ്റായിട്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഈ ഡിസ്പ്ലേ ഇതിനകത്ത് നിന്നും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. ഒരു പവർ കപ്പാസിറ്റർ ഇതിനകത്തേക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ കപ്പാസിറ്റർ നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ USB-യിലേക്കുള്ള വയറുകൾ നമുക്ക് സോൾവ് ചെയ്യാനുള്ള ആ ഒരു ഈസിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആ കപ്പാസിറ്റർ അഴിച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ വയറിങ്ങെല്ലാം സോൾഡറിങ് കഴിഞ്ഞു. കപ്പാസിറ്റർ നമുക്ക് പഴയ പോലെ തന്നെ തിരിച്ച് നമുക്ക് സോൾഡർ ചെയ്യാം. ഇനി ഈ ഓരോ സ്വിച്ചിൽ നിന്നും വരുന്ന 2 പോയിന്റിലേക്ക് നമുക്ക് വയറുകൾ സോൾഡർ ചെയ്തെടുക്കാം. ഈ വയറുകൾ നേരെ പോകുന്നത് നമ്മൾ ഫ്രണ്ട് പാനലിൽ നമ്മൾ ആദ്യം പുതിയതായിട്ട് വെച്ചിരുന്ന ആ ഒരു സ്വിച്ചിലേക്കാണ് ഈ കണക്ഷൻ വരുന്നത്. ഡിസ്പ്ലേയിൽ നിന്നുള്ള വയറുകളും അതുപോലെ സോൾഡർ ചെയ്തെടുക്കാം. ഇത് നമുക്ക് നേരെ നമ്മുടെ MP3 മോഡ്യൂളിലേക്ക് കണക്ട് ചെയ്യാനുള്ളതാണ്. USB മോഡ്യൂളിലുള്ള ആ ഒരു സെൻസർ കൂടെ നമുക്ക് അഴിച്ചെടുക്കാം. ഇത് ഡിസ്പ്ലേയിൽ നിന്ന് വരുന്ന കണക്ഷനാണ്. അത് USB മോഡ്യൂളിലേക്ക് നമുക്ക് ഇതുപോലെ കണക്ട് ചെയ്യാം. സെൻസറിലേക്കുള്ള വയറാണ്. അപ്പോൾ ഈ നമ്മൾ സെൻസർ അഴിച്ചെടുത്ത സെൻസർ നമ്മൾ വേറെ പാനലിലേക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിലേക്കുള്ള കണക്ഷനാണ് ഈ പോകുന്നത്. ഇതിലേക്ക് നന്നായിട്ട് ഗ്ലൂ ചെയ്ത് നമുക്ക് വയറ് സേഫ്റ്റി ആയിട്ട് വയ്ക്കാം. ഓൾറെഡി ഈ ബോർഡിൽ ഒരു IR സെൻസർ വരുന്നുണ്ട്. അത് നമുക്ക് ആവശ്യമില്ല. ഇതിൻ്റെ സ്ഥാനത്ത് നമ്മൾ USB മോഡ്യൂളിൽ നിന്നും അഴിച്ചെടുത്തിട്ടുള്ള ആ സെൻസർ നമുക്ക് തിരിച്ച് ഇവിടെ സെറ്റ് ചെയ്യാം. സെൻസർ ഇടുന്ന ഭാഗത്തുള്ള ആ ഒരു 3 വയറാണ്. അത് ഈ സെൻസറിലേക്ക് തന്നെ നമുക്ക് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്യുമ്പോൾ വയറുകൾ തിരിഞ്ഞു പോകാതിരിക്കാൻ നോക്കുക. ഇത് ഇതിനകത്തൊരു റെഡ് LED ഉണ്ട്. ആ LED എന്നുള്ളൊരു കണക്ഷൻ കൂടെ നമ്മൾ ആ കൂടെ എടുക്കുന്നുണ്ട്. അതും നന്നായിട്ടൊന്ന് ഗ്ലൂ ചെയ്യാം. ഇത് ഈ USB ബോർഡിൽ നിന്നുള്ള വയർ നമ്മൾ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യം സോൾഡർ ചെയ്യുന്ന USB പാനലിൽ നിന്നുള്ള ആ ഒരു സ്വിച്ചിൻ്റെ വയറുകളെല്ലാം നമ്മൾ ഈ ഫ്രണ്ട് പാനലിൽ പുതിയതായിട്ട് നമ്മൾ സ്വിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിലേക്ക് നമ്മളിപ്പോൾ എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ പഴയ RCA സോക്കറ്റാണ്. ഇതിൽ നിന്ന് നമുക്ക് 3 വയറുകൾ വീണ്ടും സോൾഡർ ചെയ്തെടുക്കാം. അത് ലെഫ്റ്റ് റൈറ്റ് ഓഡിയോ നമുക്ക് ഔട്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ബോർഡ് നമ്മൾ അഴിച്ചെടുത്തപ്പോൾ ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇതുപോലൊരു കറുത്തൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പീസ് നമുക്ക് ഒട്ടിച്ച് അത് ക്ലോസ് ചെയ്ത് വയ്ക്കാം.
ഇത് അതിൻ്റെ ഓഡിയോ ഔട്ടിൻ്റെ പോർട്ടാണ്. അപ്പോൾ നമുക്ക് ഈ കണക്ടർ ആവശ്യമില്ല, നമ്മൾ ഡയറക്റ്റ് സോൾഡർ ചെയ്യണം. അതുകൊണ്ട് ആ കണക്ടർ നമ്മൾ എടുത്തിട്ട് ഈ വയറുകൾ നമ്മളതിലേക്ക് സോൾഡർ ചെയ്യാം. ഇത് ഗ്രൗണ്ടാണ്, ഇത് ലെഫ്റ്റ് ഓഡിയോ, ഇത് റൈറ്റ് ഓഡിയോ. നന്നായിട്ട് സ്ലീവ് ചെയ്യാം. ഇത് പവർ സപ്ലൈ പോസിറ്റീവ് 5 വോൾട്ട്, ഇത് നെഗറ്റീവ്. നമ്മൾ LED വേണ്ട ഒരു 1K റെസിസ്റ്റർ നമ്മൾ 10 വോൾട്ടിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. പോസിറ്റീവ് ഇവിടെ കണക്ട് ചെയ്തു. LED എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട്, ഇത് 5 വോൾട്ട്, ഇത് ഗ്രൗണ്ട്. സ്വിച്ച് നോബുകളെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഡിസ്പ്ലേ ഇതിനകത്തേക്ക് സെറ്റ് ചെയ്യാം. ഫ്രണ്ട് പാനലും കൂടെ നമുക്ക് ഇതിലേക്ക് ഒന്ന് സ്ക്രൂ ചെയ്യാം. ഓക്കെ, സ്വിച്ചുകളെല്ലാം നല്ല വർക്കിംഗ് ആണ്. SMPS അത് ആ സ്ഥാനത്ത് തന്നെ വെച്ചിട്ട് നമുക്കതും സ്ക്രൂ ചെയ്യാം. RCA സോക്കറ്റ്. ഇതിൽ നമുക്ക് ഓഡിയോ ഔട്ട് നമുക്ക് ഇതിൽ നിന്ന് എടുക്കുന്നത്. നമ്മുടെ പഴയ USB-യുടെ ആ ഒരു കവർ ഇവിടെ വെച്ച് ടൈറ്റ് ചെയ്തിട്ട് അതിലേക്ക് നമ്മുടെ ഈ ബോർഡ് ഇങ്ങനെ ഇറക്കി വെച്ച് സെറ്റ് ചെയ്താൽ മതിയാവും. കവർ അടയ്ക്കാം. അപ്പോൾ നമ്മുടെ ഈ ഡിവൈസ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഓഡിയോ ഔട്ട് ലെഫ്റ്റ് റൈറ്റ് ഇത് ഒരു RCA കേബിൾ ഉപയോഗിച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്യേണ്ട ആ ഒരു സിസ്റ്റത്തിൻ്റെ ഓക്സിലേക്ക് ഇതുപോലെ കണക്ട് ചെയ്യുക. രണ്ട് സിസ്റ്റവും ഓൺ ചെയ്തിട്ട് ഓക്സ് സെലക്ട് ചെയ്യാം. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. FM mode. Special accessories package. Line in mode. Bluetooth mode. Connected. USB driver mode. ഓക്കെ, അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ തുടർന്നും ലഭിക്കുന്നതിനായിട്ട് ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോയുമായിട്ട്